ഇങ്ങോട്ട് നീങ്ങിക്കിടക്കടി. എനിക്ക് തോന്നുമ്പോൾ തൊടാനും പിടിക്കാനും ഒക്കെയാ നിന്നെ ഇവിടെ തീറ്റിപ്പോറ്റിയിട്ടിരിക്കുന്നത്. ഇരുട്ടിൽ കൈകൾ കൊണ്ട് അവളെ പരതി ദിനേശൻ. പകൽ വെളിച്ചത്തിൽ എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല. രാത്രിയായ എന്നെ വേണം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ കരിക്കട്ട എന്ന് വിളിച്ച് അപമാനിക്കും. ബെഡ്റൂമിൽ കയറി ലൈറ്റ് അണച്ചാലോ? പിന്നെ കഥ മാറി. മല്ലിക ദേഷ്യത്തോടെ അയാളുടെ കൈ തട്ടിമാറ്റി. ലൈറ്റ് അണച്ചാൽ പിന്നെ എന്തോന്ന് നിറം? പകൽ വെളിച്ചത്തിൽ കറുത്ത് തടിച്ച് പോത്തിനെ പോലെ ഇരിക്കുന്ന നിന്നെ കണ്ടാൽ വികാരം തോന്നണ്ടേ? കാണുമ്പോൾ തന്നെ ഉറപ്പാ തോന്നുക. എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ കൂടെ കൊണ്ടുപോകാൻ തന്നെ നാണക്കേട്. ഇരുട്ടിൽ പിന്നെ നിന്നെ കാണണ്ടല്ലോ എനിക്ക്. എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളത് തന്നെയല്ലേ നിനക്കും ഉള്ളത്. ഇപ്പം എൻ്റെ ആവശ്യം നടത്താൻ തൽക്കാലം എനിക്കിതൊക്കെ മതി. മല്ലികയുടെ സാരിത്തലപ്പ് വലിച്ചൂരി അവളെ അമർത്തി ഞെരിച്ചുകൊണ്ട് അയാൾ അവളുടെ എതിർപ്പിനെ അവഗണിച്ചു. രാത്രി നിങ്ങളുടെ കാമം തീർക്കാൻ ഈ കരി പുരണ്ട ശരീരം നിങ്ങൾക്ക് വേണം. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ടും എന്നെ വേദനിപ്പിക്കുമോ? എനിക്കൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലല്ലോ. മല്ലിക കരഞ്ഞുപോയി. എന്തോന്ന് മനസ്സ്? നിന്നെപ്പോലുള്ളതിനെയൊക്കെ ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് വിചാരിക്കും. എൻ്റെ ഗതികേട് കൊണ്ട് കഷ്ടകാലം പിടിച്ച സമയത്ത് നിന്നെ കെട്ടേണ്ടി വന്നുപോയി. തൻ്റെ ആവശ്യം കഴിഞ്ഞ് മാറിക്കിടന്നുകൊണ്ട് ദിനേശൻ പിറുപിറുത്തു. മല്ലിക ഒന്നും ഉരിയാടാതെ കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് കണ്ണീറൊപ്പി. ദിനേശൻ്റെ ഭാര്യയായി അവൾ ആ വീട്ടിലേക്ക് വന്നിട്ട് വർഷം 4 കഴിഞ്ഞു. കറുത്ത് കരിവീട്ടി പോലെ ഇരിക്കുന്നവളെ ബിസിനസ് പൊട്ടി കടത്തിൽ മുങ്ങി നിന്ന ദിനേശൻ സ്ത്രീധനം മോഹിച്ച് മാത്രമാണ് കെട്ടിയത്. നിറമില്ലാത്ത കാരണം വിവാഹം ശരിയാകാതിരുന്ന മകളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഭാരം ഒഴിവാക്കാൻ നിന്ന മല്ലികയുടെ വീട്ടുകാർ കനത്ത സ്ത്രീധനം നൽകി അവളെ അവന് കൊടുത്തു. മല്ലികയുടെ സ്വർണം വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് ദിനേശൻ പുതിയ ബിസിനസ് തുടങ്ങി. വീണ്ടും പഴയ പ്രതാപം തിരിച്ചു പിടിച്ചു. അതോടെ കറുത്തിരണ്ട ഭാര്യ അയാൾക്ക് നാണക്കേടായി തുടങ്ങി. അങ്ങനെ അവനിൽ നിന്ന് പലപ്പോഴായി കുത്തുവാക്കും അപമാനവും മാത്രം അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് വരെ കേൾക്കേണ്ടി വന്നു. തൻ്റെ കളിയാക്കൽ മടുത്തിട്ട് അവൾ സ്വയം ഇറങ്ങിപ്പോകട്ടെ എന്ന് വെച്ചാണ് അയാൾ മനഃപൂർവ്വം മല്ലികയെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്. തിരികെ പോയാൽ വീട്ടുകാർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ ഭർത്താവിൻ്റെ പരിഹാസങ്ങൾ സഹിച്ചു. ഒരു കുഞ്ഞുണ്ടായാൽ അവളെപ്പോലെ കറുത്തിരിക്കുമെന്ന് പറഞ്ഞ് അമ്മയാകാനുള്ള അവളുടെ ആഗ്രഹത്തെപ്പോലും ദിനേശൻ നിഷേധിച്ചു. എന്തെങ്കിലും ഭർത്താവിൽ മാറ്റമുണ്ടാകുമെന്ന് കരുതി ജീവിച്ചവൾക്ക് എന്നും കണ്ണീരും അപമാനവും മാത്രം അനുഭവിക്കേണ്ടി വന്നു. നീ എന്തിനാ അവൻ്റെ പരിഹാസവും കേട്ട് ഇവിടെ ജീവിക്കുന്നത്? അവന് നിന്നോടൊരിക്കലും സ്നേഹം തോന്നാൻ പോണില്ല. നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകച്ചേ. നിന്റെ കണ്ണീർ കാണാൻ അമ്മയ്ക്ക് വയ്യ. രാവിലെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിന്നവളുടെ അടുത്ത് വന്ന് ദിനേശൻ്റെ അമ്മ പറഞ്ഞു. അമ്മേ, എനിക്ക് അമ്മ കൂടെ എന്നെ കൈവിടുകയാണോ? ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാൽ നീ ജീവിക്കണേ? അവന് മറ്റേതോ പെണ്ണുമായി ബന്ധമുണ്ട്. നീ കാണാതെ ഒളിച്ചും പാത്തും ദിനേശൻ ആരെയോ ഫോണിൽ വിളിക്കാറുണ്ട്. നീ സ്വയം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാ അവനിങ്ങനെ പെരുമാറുന്നത്. കൈ നിറയെ കാശ് കിട്ടാൻ തുടങ്ങിയപ്പോൾ അതിന് കാരണക്കാരിയായ നിന്നെ അവന് കണ്ടുകൂടാതെയായി. ഇത്രയൊക്കെ സഹിക്കേണ്ട ഒരു കാര്യമില്ല മോളെ. ഭാരതി കണ്ണു തുടച്ചു. അമ്മായിയമ്മ പറഞ്ഞത് കേട്ട് തറഞ്ഞു നിൽക്കാനേ അവൾക്കായുള്ളൂ. എത്രയൊക്കെ കുറ്റവും കുറവും പറഞ്ഞാലും ശരീരസുഖത്തിനു വേണ്ടിയെങ്കിലും രാത്രി തൻ്റെ അരികിൽ വരുന്ന ഭർത്താവിന് മറ്റൊരു പെണ്ണുമായി ബന്ധം ഉണ്ടാവില്ലെന്ന് കരുതി സ്വയം ആശ്വസിക്കുകയായിരുന്നു മല്ലിക. അതും വെറുതെ ആയിരുന്നുവെന്ന് ഓർത്തപ്പോൾ അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഇവിടെ നിറങ്ങി വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ അമ്മയും അച്ഛനും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ. പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാ? കയറി ചെല്ലാൻ ഒരിടമില്ല. സ്വന്തമായി വരുമാനമില്ല. അപ്പോൾ പിന്നെ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കാനല്ലേ എനിക്ക് പറ്റൂ. അവൻ്റെ ചിലവിൽ ജീവിക്കുന്നത് നിർത്തിയിട്ട് ചെറുതെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്ക് നീ. +2 വിദ്യാഭ്യാസമുള്ള എനിക്ക് എന്ത് ജോലി കിട്ടാനാമേ? എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ തറവാട് വിറ്റ് കിട്ടിയ പൈസയുണ്ട്. അത് നിനക്കുള്ളതാ. എൻ്റെ മോന് പോലും അറിയില്ല ആ പൈസയെക്കുറിച്ച്. നീ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി നിൽക്ക്. എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്ക്. അമ്മയെ വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല. ഈ മണ്ണിലാണ് എൻ്റെ ഭർത്താവ് ഉറങ്ങുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിൻ്റെ കൂടെ ഞാൻ വരാത്തത്. നീ പോയി രക്ഷപ്പെടുമോളെ. ആരും തുണയില്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിനക്ക് ധൈര്യം കിട്ടും. നിൻ്റെ സഹായം എനിക്ക് വേണ്ടി വന്നാൽ ഞാൻ വിളിക്കാം മോളെ. ഇപ്പോഴെങ്കിലും മാറി ചിന്തിച്ചില്ലെങ്കിൽ നിൻ്റെ ജീവിതം പോകും. നിറം നോക്കാതെ മനസ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് നിന്നെ കെട്ടാനും ആരെങ്കിലും വരും. അല്ലാതെ നാൾക്ക് നാൾ ദിനേശൻ്റെ പരിഹാസവും കുത്തുവാക്കും കേട്ട് ഉള്ള ഒരു ജീവിതം ഇല്ലാതാക്കല്ലേ നീ. ഭാരതിയുടെ വാക്കുകൾ അവളെ ഇരുത്തി ചിന്തിപ്പിച്ചു.
ആ അമ്മ പകർന്നുകൊടുത്ത ധൈര്യം അവൾക്ക് ഊർജ്ജമായി. വൈകുന്നേരം ഭർത്താവ് വന്നപ്പോൾ ഡിവോഴ്സ് ചെയ്യാമെന്ന് മല്ലിക പറഞ്ഞപ്പോൾ അവൻ അത്ഭുതം തോന്നി, ഒപ്പം ആഹ്ലാദവും. എന്തൊക്കെ ചെയ്തിട്ടും സ്വയം ഇറങ്ങിപ്പോകാതെ തൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവളോട് അവന് വെറുപ്പായിരുന്നു. അവനായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ മുൻകൈ എടുക്കാതിരുന്നത് വാങ്ങിയ സ്ത്രീധനം തിരിച്ചു കൊടുക്കണമല്ലോ എന്നോർത്താണ്. സ്മിതേ, അവളായിട്ടിന്ന് ഡിവോഴ്സ് ചോദിച്ചു എന്നോട്. അതുകൊണ്ട് അവളെ കൊല്ലാമെന്ന് വിചാരിച്ച നമ്മുടെ പ്ലാൻ അങ്ങ് മാറ്റിയേക്കാം. എൻ്റെ ആട്ടും തുപ്പും കേട്ട് ജീവിച്ചവൾക്ക് മതിയായി. കോമ്പൻസേഷനൊന്നും വേണ്ട, ഡിവോഴ്സ് തന്ന് ഒഴിവാക്കിയാൽ മതിയെന്ന് മല്ലിക എന്നോട് പറഞ്ഞു. തൻ്റെ കാമുകിക്ക് ഫോൺ ചെയ്ത് രഹസ്യമായി ഭർത്താവ് പറയുന്നത് കേട്ട് മല്ലിക നടുങ്ങി. ഒരുപക്ഷെ മകൻ്റെ ഈ പ്ലാൻ എങ്ങനെയോ മനസ്സിലാക്കിയിട്ടാവണം അമ്മായിയമ്മ തന്നോട് ഇന്ന് അങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് അവൾക്ക് തോന്നി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് മല്ലിക ഉറപ്പിച്ചു. ഭാരതിയോട് യാത്ര ചോദിച്ച് അവൾ ആ വീടിൻ്റെ പടിയിറങ്ങി. പിന്നീടുള്ള അവളുടെ ജീവിതം ഹോസ്റ്റലിലായിരുന്നു. സെയിൽസ് ഗേളിൻ്റെ ജോലി ചെയ്ത് അവൾ സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്തി. ഡിവോഴ്സ് കിട്ടിയ ഉടനെ ദിനേശൻ തൻ്റെ കാമുകി സ്മിതയെ കെട്ടിക്കൊണ്ടുവന്നു. അതിസുന്ദരിയായിരുന്നു സ്മിത. അവളോടൊപ്പം അവൻ അടിച്ചു പൊളിച്ചു തന്നെ ജീവിച്ചു. പക്ഷേ ആ ജീവിതം അധികം നീണ്ടു നിന്നില്ല. 2 വർഷങ്ങൾക്കിപ്പുറം ഒരു ആക്സിഡന്റ് പറ്റി ദിനേശൻ കിടപ്പിലായപ്പോൾ സ്മിത അവനെ ഉപേക്ഷിച്ചു പോയി. അതേസമയം മല്ലിക തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രാജനുമായി സ്നേഹത്തിലായി. സ്നേഹിക്കാൻ അറിയുന്ന നല്ല ഹൃദയത്തിനുടമയായ അയാൾക്കൊപ്പം അവൾ തുടർന്നുള്ള ജീവിതം നയിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.